അസ്സലാമു നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാരങ്ങാവെള്ളമാണ്. ഈ നാരങ്ങാവെള്ളം നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ഒരു സിറപ്പ് ഉണ്ടാക്കിയിട്ടാണ്. ഈ ഒരു സിറപ്പ് നമുക്കൊരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ 1-2 മാസം വരെയൊക്കെ നമുക്കിത് കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള 1 കപ്പ് പുതിനയിലയാണ്. പുതിനയില നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഞാൻ ഇതുപോലെ ആ തണ്ടിയിൽ നിന്ന് അടർത്തി എടുത്തിരിക്കുന്നതാണിത്. 1 കപ്പ് പുതിനയില നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പുതിനയില 1 കപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിനെ നമുക്ക് മിക്സിയിൽ നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിവിടെ നല്ല പോലെ തന്നെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരിച്ചിട്ടെടുക്കണം. ഇതിവിടെ നല്ല പോലെ തന്നെ ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് 250 ml ഈ ഒരു കപ്പിൽ കറക്റ്റ് 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 കപ്പ് പഞ്ചസാരയ്ക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് 1 കപ്പ് വെള്ളമാണ്. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് ഉരുക്കിയിട്ടെടുക്കാം. പഞ്ചസാര ഇവിടെ നല്ലപോലെ തന്നെ ഒന്ന് ഉരുകി വരുന്നുണ്ട്. നല്ലപോലെ തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഇവിടെ നല്ലപോലെ തന്നെ ഒന്ന് ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചിട്ടൊന്ന് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പുതിന ഇലയുടെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുതിന ഇലയുടെ ഈ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തീയെ നല്ല പോലെ തന്നെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ കൈവിടാതെ നല്ല പോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കൈവിടാതെ തന്നെ നല്ല പോലെ തന്നെ നമ്മളിതൊരു 5 മിനിറ്റോളം ഇളക്കുക. അപ്പോൾ ഇതുപോലെ ഒരു 5 മിനിറ്റ് നമ്മളിത് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും മുകളിലുള്ള ഒരു പതയൊക്കെ മാറിയിട്ട് നല്ല പോലെ തന്നെ നമുക്കിത് കിട്ടും. ഇതുപോലെ ഒരു 5 മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ചേരുവകളും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. 1 ടീസ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം വറുത്തിട്ട് പൊടിച്ചെടുത്തതാണിത്. ചെറിയ ജീരകം നമ്മൾ ഇതിലേക്ക് വറുത്തിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നത് ഒഴിവാക്കാതിരിക്കുക കേട്ടോ. ഈ ഒരു ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു സിറപ്പിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ തീയെ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് ഒരു 8 to 10 മിനിറ്റ് നന്നായിട്ട് തന്നെ നമ്മൾ കൈവിടാതെ നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കണം. തീ നമ്മൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് ഇതങ്ങ് വറ്റിച്ചിട്ട് എടുക്കരുത് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. സാധാരണ നമ്മൾ ഈ ഒരു സിറപ്പ് ഉണ്ടാക്കുമ്പോൾ 2-3 ഡ്രോപ്പ് ഗ്രീൻ കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നതാണ്. നമ്മളിപ്പോൾ ഇതുപോലെ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്ക് കളറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു കളർ തന്നെ മതി. അപ്പോൾ ഇതിവിടെ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട്. ഇതിപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു സിറപ്പിൻ്റെ ഒരു പരിവായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഇത് കണ്ടില്ല, ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സിറപ്പിൻ്റെ കറക്റ്റ് പരിവം. ഇതുപോലെ കുറച്ചൊന്ന് കട്ടിയായിട്ടിരിക്കണം. ഇതിൽ ഒരുപാട് അങ്ങ് കുറുകി പോകരുത്. കുറച്ചും കൂടെ നമ്മളങ്ങ് കുറുക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ ആ പഞ്ചസാര ചിലപ്പോൾ അതിനകത്തങ്ങ് കട്ട പിടിച്ചു പോകും. ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒന്ന് കുറുകുന്നതാണ്. അപ്പോൾ ഈ ഒരു പരിവാകുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അടുപ്പിൽ നിന്നൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ നാരങ്ങാ നീരാണ്. അത്യാവശ്യം നല്ല പുളിയുള്ള നാരങ്ങയുടെ നീര് തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒന്നും ചേർക്കരുത്. നാരങ്ങ നീരായിട്ട് തന്നെ ഒരു 1/2 കപ്പോളം നമ്മൾ ചേർത്ത് കൊടുക്കണം. നമ്മൾ എടുക്കുന്ന നാരങ്ങയുടെ ഒരു പുളി അനുസരിച്ചാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു നാരങ്ങ നീരിൻ്റെ അളവ്. നാരങ്ങ നീരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കണം. എങ്കിലേ ആ ഒരു സിറപ്പുമായിട്ട് നാരങ്ങ നീര് നന്നായിട്ട് നമുക്കൊന്ന് യോജിച്ച് കിട്ടത്തുള്ളൂ. നാരങ്ങ നീര് നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണോളം സിറപ്പ് എടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളത്തിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു പുളിയെ കറക്റ്റ് മതിയോ എന്നൊന്ന് നോക്കുക. വീണ്ടും വേണമെങ്കിൽ നമുക്കിതിലേക്ക് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ നാരങ്ങയും പുതിനയിലയും വെച്ചിട്ടുള്ള സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ട് പോയിട്ട് നല്ല പോലെ ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം
ഇത് നമ്മൾ ഇതുപോലെ വെള്ളമയൊന്നും ഇല്ലാത്തൊരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ 1-2 മാസം വരെ ഇത് കേടുകൂടാതെ തന്നെ ഇരുന്നോളൂ. ഈ ഒരു സിറപ്പിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണോളം സിറപ്പ് ഞാൻ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കാം. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു നാരങ്ങയുടെ കഷ്ണം കൂടി ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തണുത്ത വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിന്റ് ലൈം സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സിറപ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ എപ്പോൾ നമുക്കിത് കുടിക്കണമെന്ന് തോന്നിയാലും പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 10-15 മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ മിന്റ് ലൈം സർബത്തിൻ്റെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ തന്നെ അറിയിക്കുക. കൂടാതെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.